സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ്പ്ലോറിംഗ് സബ്സ്റ്റൻസസ് അസിഡിക് ബേസിക് ആൻഡ് ന്യൂട്രൽ എന്ന ചാപ്റ്ററിന്റെ 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പൊ എത്ര എണ്ണം കറക്റ്റ് ആയി, എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why does applying baking soda paste help reduce the pain from the ant sting? Ant sting എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പ് കടിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ പേസ്റ്റ് തേക്കുന്നത്? ആ ഒരു പെയിൻ കുറയാനായിട്ട്. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ ന്യൂട്രലൈസേഷൻ എന്ന ഒരു പ്രോസസ് ആണ് നടക്കുന്നത്. ആൻഡ് നമ്മളെ കടിക്കുമ്പോൾ എന്താണ്, ഒരു ആസിഡ് ആണ് നമ്മുടെ ദേഹത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ആസിഡിന്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബേസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അത് ന്യൂട്രൽ ആക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ബിക്കോസ് ബേക്കിംഗ് സോഡ ഈസ് ആൻ ആസിഡ് ആൻഡ് ന്യൂട്രലൈസ് ദ ബേസ് ഇൻ ദ സ്റ്റിങ്. ബേക്കിംഗ് സോഡ ഒരു ആസിഡ് ആണോ? അപ്പൊ തന്നെ എന്താണ്, ഈ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അടുത്ത ഓപ്ഷൻ, ബിക്കോസ് ബേക്കിംഗ് സോഡ ഈസ് എ ബേസ്. ബേസ് ആണ് അല്ലെ? ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ബേസ് ആണ്. ആൻഡ് ന്യൂട്രലൈസ് ആസിഡ് ഇൻ ദ സ്റ്റിങ്. കറക്റ്റ് അല്ലേ ആൻസർ? അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലിറ്റ്മസ് എ നാച്ചുറൽ ഡൈ ഈസ് ആൻ എക്സ്ട്രാക്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ലിറ്റ്മസ് നമുക്കറിയാം, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ, നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ലിറ്റ്മസ്. അത് എന്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ പഠിച്ചിരുന്നു. എന്തിൽ നിന്നാണ്? ഓപ്ഷൻ ബി, ലൈക്കൻസിൽ നിന്നാണ് നമുക്ക് ലിറ്റ്മസ് കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സബ്സ്റ്റൻസസ് ഈസ് എ ബേസ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ബേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്താണ് ബേസ് എന്ന് പറഞ്ഞാൽ? ബേസസ് ടെസ്റ്റ് ബിറ്റർ ഓർ ഫീൽ സ്ലിപ്പറി അല്ലെ? അപ്പൊ വിനെഗർ എന്ന് പറയുന്നത് ബേസ് ആണോ? അല്ല, വിനെഗർ ഒരു ആസിഡിക് ആണ്. മിൽക്ക് എന്ന് പറയുന്നത് ഒരു കൊളോയിഡ് ആണ്. അതുപോലെ തന്നെ സോപ്പ് സൊല്യൂഷൻ എന്താണ്? അതെ, സോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ? സി, സോപ്പ് സൊല്യൂഷൻ. ലെമൺ ജ്യൂസ് എന്താണ്? അസിഡിക് ആണ് അല്ലെ? എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് എ ബേസ്? ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഇതിനൊരു പ്രത്യേക പേര് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ന്യൂട്രലൈസേഷൻ. എന്താണ്? ന്യൂട്രലൈസേഷൻ. അപ്പൊ എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടും, ഒരു ഗ്യാസും ഫോം ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം ഏതാ ഓപ്ഷൻ എന്ന്. ഓപ്ഷൻ എ, salt and water are formed, only water is formed, only salt is formed, gas is released. ഏതായിരിക്കും ആൻസർ? അതെ, സോൾട്ട് ആൻഡ് വാട്ടർ ആർ ഫോംഡ്. ആരുടെയൊക്കെ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. What do you observe when turmeric is added to a basic solution? ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണ്? ടർമറിക് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ആണ് എടുത്തിരിക്കുന്നത്. ആ ടർമറിക് ബേസിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ ഇട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് അറിയണം അല്ലെ, എന്താണ് ടർമറിക്കിന്റെ കളർ ചേഞ്ചസ്. ടർമറിക് ആസിഡിലാണെങ്കിൽ പ്രത്യേകിച്ച് കളർ ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഏത് കളർ ആയിരിക്കും? അതിന്റെ മഞ്ഞ കളർ തന്നെ ആയിരിക്കും. എന്നാൽ ബേസിക്കിൽ മാത്രം റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ടർമറിക്. അപ്പൊ ഏത് കളർ ആയിരിക്കും? റെഡ്. നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ? ഇറ്റ് ടേൺസ് റെഡ്. അതാണ് ആൻസർ. ഇറ്റ് ടേൺസ് റെഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കളർ ഡസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺ വെൻ ഡിപ്ഡ് ഇൻ എ ബേസിക് സൊല്യൂഷൻ? നോക്കിക്കേ, വാട്ട് കളർ ഡസ് റെഡ് ലിറ്റ്മസ് പേപ്പർ. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണ്? റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ഇൻഡിക്കേറ്റർ ആണെന്ന് നോക്കണം. അപ്പൊ ആ ഇൻഡിക്കേറ്ററിന്റെ കളർ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. കൺഫ്യൂഷൻ ആവരുത്. റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. ഏത് സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്? ബേസിക് സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റെഡ് ബേസിക് സൊല്യൂഷനിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ഏത് കളറാണ് തരുന്നത്? ബ്ലൂ കളർ. ബി എന്ന് ഓർത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബേസിക് ബ്ലൂ കളർ ആണ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതി പറഞ്ഞിരുന്നു. എന്താണ്? റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്? ഒരു
ഡേഞ്ചർ ആയിട്ടുള്ള. അപ്പൊ ഡേഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ആസിഡിനെയാണ് എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് അല്ലെ. അപ്പൊ റെഡ് കിട്ടുവാണെങ്കിൽ എന്താണ് നമുക്ക് വരുന്നത്? ആസിഡ് ആണ്. ഇവിടെ ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ബ്ലൂ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ദ സോയിൽ ഈസ് ടു അസിഡിക്, പ്ലാന്റ്സ് ഡു നോട്ട് ഗ്രോ വെൽ ഇൻ ഇറ്റ്. ടു ഇംപ്രൂവ് ഇറ്റ്സ് ക്വാളിറ്റി, വാട്ട് മസ്റ്റ് ബി ആഡഡ് ടു ദ സോയിൽ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? സോയില് ടു അസിഡിക് ആണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് വളരുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് നന്നായിട്ട് വളരാനായിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയും അത് എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്? ന്യൂട്രലൈസേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അസിഡിക് ആകുമ്പോൾ അതിന്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രൽ ആക്കണം അല്ലെ. അപ്പൊ നമ്മൾ ആസിഡ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ബേസ് ആഡ് ചെയ്യണം. ബേസിക് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ആസിഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അസിഡിക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു ബേസ് ആഡ് ചെയ്യണം. അപ്പൊ ഓപ്ഷനിൽ ഏതാണോ ബേസ് അതായിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഓർഗാനിക് മാറ്റർ ആണ്. ഓർഗാനിക് മാറ്റർ ആസിഡ് ആണോ ബേസ് ആണോ? ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് ഒരു ആസിഡിക് ആണ് കേട്ടോ. ഓക്കെ. ഇനി ലൈം നമ്മുടെ എന്താണ്? നാരങ്ങയാണോ? അല്ല. ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ് അല്ലെ. അതൊരു ബേസ് ആണ്. അപ്പൊ നമുക്ക് അതാ ഓപ്ഷൻ കിട്ടിയിരിക്കുന്നു. എന്താണ് ആൻസർ? ലൈം ആണ്. നമുക്ക് ബാക്കി ഓപ്ഷനും കൂടെ നോക്കണ്ടേ. മാനുവർ എന്ന് പറയുന്നതും എന്താണ്? ഒരു അസിഡിക് ആണ്. ഈ കമ്പോസ്റ്റ് ലീവ്സ് എന്ന് പറയുന്നതും അസിഡിക് ആണ്. അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? ലൈം ആണ് വരുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് കളർ ഡസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺ വെൻ ഡിപ്ഡ് ഇൻ ആൻ അസിഡിക് സൊല്യൂഷൻ? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ. റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ്. നമ്മൾ എന്തിലാണ്? ആസിഡിലാണ്. ഏത് കളർ ആയിരിക്കും വരുന്നത്? റെഡ്. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഓർക്കാൻ പറഞ്ഞത്? അതെ, ആസിഡിക് സൊല്യൂഷൻ ആവുമ്പോൾ റെഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഒരു പേപ്പറിൽ എഴുതി വെക്കണം കേട്ടോ. ഓരോ ഇൻഡിക്കേറ്ററിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ കളർ ചേഞ്ചസ് എഴുതി വെക്കുവാണെങ്കിൽ, എന്നിട്ടൊരു കോളം വരച്ചിടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമുക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആസിഡ് ഈസ് പ്രസന്റ് ഇൻ കേർഡ്? കേർഡിലുള്ള ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ വേറെയും ചോദിക്കാം. വിനെഗറിലുള്ള ആസിഡ് ഏതാന്ന് ചോദിക്കാം. അങ്ങനെ വേറെ ഡിഫറെന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേർഡാണ്. കേർഡ് ആകുമ്പോൾ സിട്രിക് ആസിഡ് ആണോ? അല്ല. അസിറ്റിക് ആസിഡ് ആണോ? അല്ല. ഓക്സാലിക് ആസിഡ് ആണോ? അല്ല. എന്താണ്? ലാക്റ്റിക് ആസിഡ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ചാപ്റ്റർ 4 എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ? എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നത് എന്താണ്? ഇവിടെ റിസൾട്ട് തന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ അതിനെ ബ്ലൂ ആക്കണമെങ്കിൽ എന്തായിരിക്കും? അതൊരു ബേസ് ആയിരിക്കും അല്ലേ. ബ്ലൂ ആവണമെങ്കിൽ അത് ബേസ് ആയിരിക്കും. ലെമൺ ജ്യൂസ് ഒരു ബേസ് ആണോ? അല്ല. അപ്പൊ എന്താണ്? അത് ആൻസർ അല്ല. വിനെഗർ ബേസ് ആണോ? അല്ല. അപ്പൊ അതെന്താണ്? ആൻസർ അല്ല. ഇനി ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, അതെ ബേസ് ആണ്. ബേക്കിംഗ് സോഡ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആൻസർ എന്താണ്? ബേക്കിംഗ് സോഡ സൊല്യൂഷൻ. ഇപ്പൊ ഓറഞ്ച് ജ്യൂസ് അല്ലല്ലോ. ഓറഞ്ച് ജ്യൂസ് എന്താണ്? ഒരു അസിഡിക് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. എത്ര ആൻസർ നിങ്ങൾക്ക് ശരിയായിട്ടുണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്ത ചാപ്റ്റർ വേണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക്